നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കൊമ്പൻ മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. മുക്കാട്ടുകര നായരങ്ങാടിയിൽ വീട്ടിൽ മോഷണം. പറപ്പള്ളി വീട്ടിൽ സണ്ണിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ വാതിൽ പൊളിച്ചകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 പവൻ സ്വർണം കവർന്നു. ഐന്തോളിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടൂക്കര സ്വദേശി മാങ്ങാട്ടുപറമ്പിൽ 18 വയസ്സുള്ള സിയാദാണ് മരിച്ചത്. ഐന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച ആശുപത്രിയുടെ പ്രവേശന കവാടം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം നാളെ ആഘോഷിക്കും. മഹോത്സവം വർണ്ണാഭമാക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ദേശങ്ങൾ. കത്തോലിക്ക കോൺഗ്രസിന്റെ 106ാം ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന അരുവിത്തുറയിലേക്കുള്ള പതാക പ്രയാണം തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സഭയും സമുദായവും നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ കത്തോലിക്ക കോൺഗ്രസ് ശാക്തീകരിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മാർ ടോണി നീലങ്കാവിൽ. സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടനും സാംസ്കാരിക പ്രവർത്തകനുമായ ജയരാജ് വാര്യർ പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്തു. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ സിനിമാ സംവിധായകരായ PN മേനോൻ, ഭരതൻ, പത്മരാജൻ എന്നിവരുടെ അനുസ്മരണം നടത്തും. ഞായറാഴ്ച വൈകിട്ട് ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ചേലക്കരയിലെ സുഭിക്ഷ ഹോട്ടൽ 2ാം വാർഷികത്തിന്റെ നിറവിൽ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, വൈസ് പ്രസിഡന്റ് H ഷലീൽ തുടങ്ങിയവർ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. ഇടം സാംസ്കാരിക വേദി വെള്ളർക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളർക്കാട് വിവേകസാഗരം സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് മുൻകുന്നംകുളം വിദ്യാഭ്യാസ ഓഫീസർ MS സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് ശ്രീ അന്നപൂർണേശ്വരി അനന്തശയന ക്ഷേത്രത്തിലെ നവീകരണ കലശവും പ്രതിഷ്ഠാ ദിനാഘോഷവും ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് കിഴക്കഞ്ചേരി അണലക്കാട് ഇല്ലത്ത് തന്ത്രി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവന്നിരുന്ന സമ്മർ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങ് ജൂനിയർ ഇന്ത്യൻ വോളിബോൾ കോച്ച് ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിന് UGCയുടെ ഓട്ടോണമസ് പദവി ലഭിച്ചു. 1980-ൽ ചാലക്കുടിയിൽ വനിതാ കോളേജായി പ്രവർത്തനം ആരംഭിച്ച സേക്രഡ് ഹാർട്ട് കോളേജ് ചാലക്കുടിയുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ആമ്പലൂർ വെണ്ടൂരിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മഞ്ഞളി ജോൺസിന്റെ പറമ്പിൽ നിന്നാണ് 15 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് സമ്പൂർണ്ണ സംസ്ഥാന കൌൺസിൽ മീറ്റ് WPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ ഹാളിൽ നടന്ന കൌൺസിൽ മീറ്റിൽ ടീച്ചേഴ്സ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് CP രഹന അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവും കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന PH അബ്ദുള്ള അനുസ്മരണ യോഗം നടത്തി. കേരള മാപ്പിള കലാ അക്കാദമി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് നടത്തിയ അനുസ്മരണ യോഗം മാപ്പിള കലാ അക്കാദമി സംസ്ഥാന ഉപാധ്യക്ഷൻ ഫസൽ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാട്ടൂരാക്കൽ യൂണിറ്റ് വാർഷികം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം മഞ്ചപ്പുര ആയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MLA KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്ന് നാട്ടുകാർ. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 6-ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും.
വടക്കോട്ട് ദർശനമുള്ള അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊടകര അഴകം മഠത്തിൽ പഴമ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവവും കളമെഴുത്തുപാട്ടും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി IC അശ്വിനി ദേവ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദനം ചാർത്ത മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി ചുള്ളിമംഗലത്ത് മന വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.